ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കൊരു പപ്പായ വെച്ചിട്ടൊരു പച്ചടി തയ്യാറാക്കാം. ഞാനൊരു പപ്പായ എടുത്തിട്ട് 400 ഗ്രാമാണിത്. ഇത് നമുക്ക് തോലൊക്കെ ചെത്തി വലിയ കഷ്ണങ്ങളാക്കി മുറുക്കിയെടുക്കണം. കഴുകി മൺകലത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് കഴുകിയതിൽ ഇട്ടതിന് ശേഷം 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച വീഡിയോ ഓണാക്കിയപ്പോൾ അത് ഓണായില്ല മൊബൈലിൽ. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ചത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് തിളച്ചൊന്ന് വെന്ത് വരട്ടെ. അതിന് മുന്നേ നമുക്ക് 3/4 കപ്പ് തേങ്ങ, 2 അല്ലി വെള്ളുള്ളി, 2 അല്ലി ചുവന്നുള്ളി, 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. 3/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് അരക്കുന്നത്. 3/4 കപ്പ് തേങ്ങ. അങ്ങനെ നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്ന് ഒന്ന് വെള്ളം വറ്റി വരട്ടെ. അങ്ങനെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ചൊരു പത വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കണം. അധികം പുളിയില്ലാത്ത ഞാൻ ചെറിയ ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളക്കുകയും ചെയ്യരുത്. ഇതുപോലെ ഒന്ന് പത വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഗ്യാസ് ഓഫാക്കണം. 1 സ്പൂണ് കടുക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നമുക്ക് തേങ്ങയുടെ പരക്കണ്ട ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ മൂടി വെക്കാം. 1 സ്പൂണ് കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക്. 1 സ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 1 തണ്ട് വേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് താളിച്ച് ഒരു 10 മിനിറ്റ് നമുക്കത് മൂടി വെക്കാം. അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ തുറന്ന് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ളൊരു പപ്പായ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ, നബിദിനാശംസകൾ. അസ്സലാമു അലൈക്കും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.